തോന്നിയാസം അല്ലാണ്ട് എന്താ പറയുക. ഇതിപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് പൊന്മുടി ഡാമാണ് കേട്ടോ. പൊന്മുടി ഡാമും പൊന്മുടി പാലവും. ഈ ആകാശത്തിന്റെ വ്യൂ കണ്ട സ്വർഗത്തിൽ കൂടെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇതുപോലെ കിടന്ന് വരയ്ക്കുന്ന കണ്ടിട്ട് ഞങ്ങളുടെ ശ്വാസം ചെറുതടിച്ചിട്ട് കൈ വരയ്ക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും അല്ല കേട്ടോ, ഞാൻ 2x സ്പീഡിലിട്ടുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. പൊന്മുടി പാലം കഴിഞ്ഞ് നേരെ താഴേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇതിലെ പോകുമ്പം കയ്യിലിരിപ്പ് ഇച്ചിരി അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് പോകണം കേട്ടോ. 1 സൈഡിലേക്കേ വണ്ടി പോകത്തുള്ളൂ. നമ്മളൊന്ന് ഒതുക്കി കൊടുക്കാതെ 2 സൈഡിൽ വണ്ടി പോവില്ല, ക്ലാഷ് ആവും. പാറയൊക്കെ പൊട്ടിച്ചുണ്ടാക്കിയേക്കുന്ന ഒരു വഴിയാണിത്. ട്രക്കിങ്ങിന് പോയിട്ട് വരുന്ന ജീപ്പുകളാട്ടോ ഇത്. പച്ചപ്പരിഷ്കാരികൾ കണ്ടില്ലേ പോകുന്നത്. അഹങ്കാരമില്ലാത്തവർണ്ണം ദേ വന്നിട്ടുണ്ട് നമ്മുടെ സാധാ ജീപ്പ്. പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ജില്ലമ്പക്കടിയൊക്കെ വെച്ച് പോകും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എല്ലാം 4 മൂലയ്ക്ക് ഒതുങ്ങും എന്നുള്ള ഒരു സത്യം. നമ്മളിപ്പോൾ പോകുന്ന വഴിയെ നേരെ താഴേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂക്കുപാലമൊക്കെ കാണാം കേട്ടോ. പൊന്മുടി തൂക്കുപാലം. ഇത് എത്തി ഞങ്ങൾ മരിയാപുരം വരെ എത്തിയിട്ടുണ്ട്. മരിയാപുരം പാലമാണിത്. പാലം കണ്ടപ്പോൾ നല്ല അടിപൊളി വ്യൂ. കുറേ നേരം അവിടെ നിന്നു. ആ പാലത്തെ മാക്സിമം ഊറ്റിയെടുക്കാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ വീഡിയോ ഇരുന്നും നടന്നും കിടന്നും ഓടിയും ചാടിയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല സ്ഥലം കേട്ടോ. പ്രകൃതിയും രമണീയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണ് പൊട്ടുന്ന വെയിലാണെങ്കിലും ഞങ്ങൾക്കതൊന്നും വിഷയമല്ല. ഞങ്ങൾ നല്ല സീനറി, പാലം, ഇങ്ങനെയുള്ള എന്ത് കണ്ടാലും പ്രകൃതി എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാം. ആവശ്യത്തിന് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും കിടന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതാട്ടോ പാലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ. അങ്ങനെ എത്തി ഞങ്ങൾ ചെറുതോണി എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ട്. ആമാശയൊക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള നേരം ഞങ്ങൾക്കില്ല. പോയിട്ട് പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഇരിക്കാൻ നേരമില്ല. അതുകൊണ്ട് നമ്മൾ 4 ബിരിയാണി പാഴ്സലും മേടിച്ചുകൊണ്ട് പോകുന്നു. ഇനി ഇരുന്ന് കഴിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. എന്തിൻ്റെ സൂക്കേടാന്ന് നോക്കണേ. ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ സ്ഥലം ഉണ്ടായിട്ടും എന്നാലും നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നൊന്ന് കഴിക്കണ്ടേ. കലുങ്ക് തപ്പിയാണ് ഈ പോകുന്നത്. പോന്ന് നമ്മളിത് ഇടുക്കിയുടെ വനാന്തരങ്ങളിലൂടെ ആയിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ഈ പിക്കപ്പിനെ ഒന്ന് കടത്തി വെട്ടാം. മെത്തി സ്ഥലമെത്തി. അങ്ങനെ നമ്മൾ കുളമാവ് ഡാമിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫി കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഞാൻ വീഡിയോ എടുത്തു. ഫോട്ടോയിലേ നിരോധിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ പോലീസ് മാമനെ കണ്ടപ്പോൾ എൻ്റെ അഹങ്കാരമൊക്കെ താനേ അടങ്ങി. അങ്ങനെ ഇരുന്നിരുന്ന് നട്ടലിൻ്റെ കശേരുക്കളുടെ എണ്ണം കൂടുകയോ കുറയോ എന്തോ ചെയ്തിട്ടുണ്ട്. നട്ടലിൽ തന്നെയല്ലേ കശേരുക്കളത്. അതെവിടെയെങ്കിലും ഇരിക്കട്ടെ, നമുക്ക് കഴിക്കാനുള്ള സ്ഥലമല്ലേ ഇപ്പോൾ വേണ്ടത്. അങ്ങനെ മുന്നോട്ട് വന്ന സ്ഥലത്തിൻ്റെ പേരറിയാത്തൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല സ്ഥലമാണ്, കാണാൻ നല്ല സ്ഥലമാണ്. ഒരു മരത്തിൻ്റെ ചോട്ടിൽ വീടിൻ്റെ ഫ്രണ്ടിലാട്ടെ. ഏതോ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കയറുന്ന വഴിയാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. നമ്മളവിടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തു. കലുങ്ക് കിട്ടിയില്ല, അഹങ്കാരമൊക്കെ ഇങ്ങ് തീർന്ന് കിട്ടി. വണ്ടിക്കകത്ത് കൂടിയിരുന്ന് എല്ലാവരും കൂടെ ബിരിയാണി കഴിച്ചു. ബിരിയാണിയുടെ മണമൊക്കെ അടിച്ചിട്ട് 2 പട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരെല്ല് കൊടുത്ത് 2 പട്ടികളെ തമ്മിലടുപ്പിച്ചു. ഇവൻ അഹങ്കാരിയാ. എല്ലാവരുടെയും എല്ലാം ഇവൻ ഒറ്റയ്ക്ക് തിന്ന് തീർത്തു. മറ്റേ പെമ്പട്ടിക്ക് കൊടുത്തതും കൂടെ തട്ടിപ്പറിച്ച് തിന്നു. എന്നിട്ടും അവൻ്റെ ജാട കണ്ടില്ലേ. അവൻ്റെ ബിരിയാണി നമ്മൾ കൈയിട്ട് വാരി തിന്ന പോലെ. പിന്നെ ആ പാവം പിടിച്ച പെമ്പട്ടേനെ കഴിവില്ലാത്തവരെ ലോകം അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞങ്ങളിങ്ങ് പോന്നു. ബിരിയാണിക്കകത്തുനിന്ന് ബാലൻസ് വന്ന് അച്ചാറും എടുത്തോണ്ട് ഇനിയും മുന്നോട്ട് തന്നെ കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ.